ഹലോ വെൽക്കം ബാക്ക് ടു നിംസ് ബൈ ഷാന ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമുക്ക് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഡൗട്ട് എന്ന് പറയുന്നത് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യം കൂടിയാണ് കേട്ടോ. നമ്മളെപ്പോഴും സ്കിൻ കെയറിനെ കുറിച്ച് മാം പറയാറുണ്ട്. ഹെയർ കെയറിൽ അതും ഒരു ഏജ് വൈസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ടോ? നമ്മൾ സ്കിൻ കെയറിൽ ഇപ്പോൾ നമ്മൾ 30 ഇയേഴ്സിൽ 40 ഇയേഴ്സിൽ ദെൻ ടീനേജ് പ്രായത്തിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അതുപോലെ ഹെയറിൽ നമുക്ക് അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യണോ? ഹെയർ കെയർ എന്നുള്ളത് 30-ൽ എങ്ങനെയായിരിക്കും, 40-ൽ എങ്ങനെയായിരിക്കണം, അങ്ങനെ ഉണ്ടോ? പ്ലസ് അതുപോലെ തന്നെ നമുക്ക് എന്ത് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാം? ഒരു 40 ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഏത് രീതിയിലായിരിക്കണം നമ്മൾ ഹെയറിനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ കെയർ ചെയ്യേണ്ടത്? ഒരുപാട് പേർക്ക് ഹെയർ ഫോൾ പ്രോബ്ലം ഉണ്ടാവാം. അതുപോലെ തന്നെ ഹെയർ ഭയങ്കര വീക്കായിട്ട് പോകുന്ന രീതിയിൽ കാണാം. അതുപോലെ ഫ്രിസ്നെസ് ഉണ്ടാവും, ഭയങ്കര അതുപോലെ തന്നെ സ്പ്ലിറ്റൻസ് ഉണ്ടാവും. ഇങ്ങനെയുള്ള ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവും ഹെയറിന്. അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യാമെന്നുള്ളത് ഒരുപാട് പേര് നമ്മളോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ള ഒരു റിപ്ലൈ ആയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പം വീഡിയോ എന്തായാലും മുഴുവൻ ഇരുന്ന് വാച്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ നമുക്ക് നോക്കാം, ഒരു 40 ഇയേഴ്സ് ഒക്കെ കഴിയുമ്പോൾ അല്ലെങ്കിൽ നമുക്കറിയാം ചെറുപ്പം മുതലേ നമ്മളുടെ ഹെയർ കെയർ നമ്മൾ എങ്ങനെയാണ് ഹെയർ മെയിൻറ്റെയിൻ ചെയ്യുക. ആക്ച്വലി നമ്മളുടെയൊക്കെ ചെറുപ്പത്തിലെന്ന് വെച്ചാൽ നമ്മൾക്ക് ഏറ്റവും ഹെയർ കെയറിൽ എൻ്റെയൊക്കെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ എണ്ണയിട്ട് തലയൊക്കെ ഒന്ന് കുളിപ്പിക്കുക, അല്ലെങ്കിൽ സ്കൂളിൽ പോകുമ്പോഴൊക്കെ നമ്മൾ എണ്ണയൊക്കെ ഇട്ടിട്ട് തലേന്ന് ശരിക്കും ഒന്ന് കോമ്പ് ചെയ്ത് ഒന്ന് കെട്ടിത്തരിക എന്നുള്ളതൊക്കെയാണ്. 2 ഭാഗത്ത് ഇങ്ങനെ മടക്കിയൊക്കെ കെട്ടി. നിങ്ങളെല്ലാവരും അങ്ങനെ ചെയ്തിട്ടുണ്ടോ പറയാം കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് എനിക്കൊരു ഓർമ്മ കേട്ടോ. പ്ലസ് ഷാമ്പൂ വല്ലപ്പോഴാണ്, എനിക്ക് ഷാമ്പൂയുടെ ഓർമ്മ അത്രയ്ക്കില്ല. ദെൻ നമുക്ക് പിന്നെ നോക്കുവാണെങ്കിൽ സോപ്പൊക്കെ ഇട്ട് ഇടയ്ക്ക് ആഴ്ചയിൽ 2-3 ദിവസങ്ങൾ വാഷ് ചെയ്യുക, എങ്ങനെയായിരുന്നല്ലോ. അപ്പോൾ വലിയ ഹെയർ കെയർ പറയാനില്ല. അപ്പോൾ നമ്മൾ ഓയിൽ യൂസ് ചെയ്യുക എന്നുള്ളത് മാത്രമായിരുന്നു അന്നത്തെ ഒരു ഹെയർ കെയറിൽ നമ്മൾ കണ്ടിരിക്കുന്നത്. അതും കോക്കനട്ട് ഓയിലായിരിക്കും. എല്ലാവരുടെ വീട്ടിലുള്ള വെളിച്ചെണ്ണ തന്നെയാണ് നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്നത്. സോ അത് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. പിന്നീട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് ചോദിച്ചാൽ വലിയ പ്രോബ്ലം ഇല്ല. ബിക്കോസ് നമ്മൾ കെമിക്കൽസ് ഒന്നും കൂടുതൽ എടുക്കുന്നുണ്ടായിരുന്നില്ല. ബട്ട് ഇന്നത്തെ കാലത്തെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും തന്നെ എന്ത് ചെയ്യുവാണെങ്കിലും എല്ലാം കെമിക്കൽ ഡിപ്പെൻഡ് ചെയ്തിട്ടാണല്ലോ. ഇപ്പം നമുക്കറിയാം, ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു സ്ട്രൈറ്റനിങ് ചെയ്യാൻ തോന്നും, സ്മൂത്തനിങ് ചെയ്യാൻ തോന്നും, ഹെയർ കളർ ചെയ്യാൻ തോന്നും. ഇതെല്ലാം കെമിക്കൽ ട്രീറ്റ്മെൻറ്റാണ് ഇതെല്ലാം തന്നെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾക്ക് നോർമലി നമ്മൾ ഹെയർ ഭയങ്കര ഡ്രൈ ആയി പോകും. ഇനി ഇതൊന്നും ചെയ്യാത്തവരും ഉണ്ടാവും കേട്ടോ. വെർജിൻ ഹെയർ ആയിട്ട് ഇപ്പോഴും ഉള്ളവരുണ്ടാവും. സാധാരണ രീതിയിൽ എണ്ണയിട്ട് കുളിക്കുന്നതും അങ്ങനെയുള്ള ആഫ്റ്റർ കെയർ ആയിട്ട് ചിലപ്പോൾ ഈവൻ ഒന്നും ചെയ്യുന്നുണ്ടാവില്ല, ഷാമ്പൂവിന് പകരം സോപ്പ് യൂസ് ചെയ്യുന്നവരും ഉണ്ടാവാം. കാരണം എൻ്റെ അടുത്ത് ഒരുപാട് പേര് പറയുന്ന കാര്യമാണ്, മാം ഇപ്പോഴും ഞാൻ സോപ്പ് യൂസ് ചെയ്യേണ്ടതുള്ളത്. ഞാൻ പറയാറുണ്ട്, സ്കിന്നിനാണെങ്കിലും ശരി ഹെയറിനാണെങ്കിലും ശരി നിങ്ങൾ സോപ്പ് മാക്സിമം അവോയ്ഡ് ചെയ്യുക. 90% അല്ല 100% ഞാൻ പറയും അവോയ്ഡ് ചെയ്യണം എന്നുള്ളത്. സോ മാക്സിമം സോപ്പ് അവോയ്ഡ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഷാമ്പൂ ആൻഡ് കണ്ടീഷണർ, നിങ്ങൾ വെർജിൻ ഹെയർ ആണെങ്കിൽ വെർജിൻ ഹെയറിനുള്ള ഷാമ്പൂ കണ്ടീഷണർ യൂസ് ചെയ്യുക. അതല്ല ട്രീറ്റഡ് ഹെയർ ആണെന്നുണ്ടെങ്കിൽ, കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദെൻ നമുക്ക് അതിനുള്ള ഷാമ്പൂ ആൻഡ് കണ്ടീഷണർ വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്കൊരു 40 ഒക്കെ ആയി കഴിയുമ്പോൾ നമുക്ക് എന്തുകൊണ്ട് മുടി കൊഴിച്ചിൽ ചിലപ്പോൾ ആ പ്രായത്തിൽ ഇച്ചിരി കൂടുതലായിട്ട് കാണപ്പെടുന്നു അല്ലെ, അങ്ങനെ ചോദിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. മാം ആദ്യമൊന്നും ഇത്ര ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ കൂടി ഇപ്പം നല്ലപോലെ ഹെയർ ഫോൾ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. സോ ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഹോർമോണൽ ഇംബാലൻസ് അല്ലെങ്കിൽ ഹോർമോണൽ ചേഞ്ചസ് നമ്മൾ എസ്പെഷ്യലി ലേഡീസിന് ഓരോ സമയത്തും അറിയാലും മാറ്റം വന്നുകൊണ്ടേയിരിക്കും. 40 to 50 നമുക്കറിയാം നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ശരീരത്തിന് വരും. നമുക്ക് ചിലവർ പറയും 40 വയസ്സിൽ ഒന്നുകൂടെ സുന്ദരിയായിരിക്കുന്നു എന്നൊക്കെ പറയാറുണ്ട്. അതും അതിൻ്റെ ഒരു പാർട്ട് തന്നെയാണ്. അപ്പം 40 വയസ്സിൽ ഒന്നും കൂടി യങ്ങായ പോലെ ഉണ്ട് എന്നൊക്കെ പറയാറുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വേണ്ടത് പീസ് ഓഫ് മൈൻഡ് ഉണ്ടെങ്കിൽ, എപ്പോഴും നമ്മൾക്ക് ആ ഒരു ഹാപ്പിനെസ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമുക്കത് പുറത്തും തീർച്ചയായിട്ടും കിട്ടും. കാരണം ഒരുപാട് പേര് 35-40 ആകുമ്പോഴേക്കും സ്ട്രെസ്സ് കൂടിയിട്ടുണ്ട്. ഇപ്പം എല്ലാവരുടെയും ലൈഫ് സ്റ്റൈലിൽ തന്നെ സ്ട്രെസ്സാണല്ലോ. ആവശ്യമില്ലാത്ത നമുക്കെപ്പോഴും, അതും എസ്പെഷ്യലി ലേഡീസിന് വെറുതെ ഒരു 10 മിനിറ്റ് ഇരിക്കാനേ പാടില്ല. ഇരുന്ന് കഴിഞ്ഞാൽ എപ്പോഴും ചിന്തകളാണ്. നമ്മൾ ഓരോ കാര്യങ്ങളെക്കുറിച്ചും ചിന്തിച്ചു കൊണ്ടിരിക്കും. പക്ഷേ എന്തിനാണെന്ന് ചോദിച്ചാൽ ഒന്നും അറിയില്ല. വെറുതെ നമുക്ക് ആവശ്യമില്ലാത്ത ടെൻഷൻസ് വരാറുണ്ട്, മൂഡ് സ്വിങ്സ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമ്മളോട് പറയും, ഇതെന്താ ലേഡീസിന് എപ്പോഴും ഇങ്ങനെ മൂഡ് സ്വിങ്സും പ്രശ്നങ്ങളൊക്കെ എന്നൊക്കെ പറയാറുണ്ടല്ലേ, എന്താ ജെൻസിന് അങ്ങനെയൊന്നും ഇല്ലേന്ന്. പക്ഷേ രണ്ടും 2 രീതിയിലാണ് ശരിക്കും പറഞ്ഞാൽ, അങ്ങനെയാണ്. അപ്പോൾ നമുക്കതിലൊന്നും പറയാനില്ല. നമുക്ക് എന്തായാലും അങ്ങനത്തെ പ്രോബ്ലം, അങ്ങനത്തെ ചിന്തകളും അങ്ങനത്തെ വിഷമങ്ങളും ആവശ്യമില്ലാതെ, കാരണം ഞാനിത് പറയുന്നത്
ഞാൻ ഇവിടെ ഇരിക്കാൻ തുടങ്ങി ഒരു 10 വർഷത്തിലധികമായി. അപ്പോൾ നമ്മൾ ഒരുപാട് പേരെ നമ്മൾ കാണുന്നുണ്ട്, ഡെയിലി വൈസിൽ ഒരുപാട് പേര് നമ്മളോട് വന്ന് ഒത്തിരി കാര്യങ്ങൾ പറയാറുണ്ട്. അപ്പോൾ ഇവിടെ പഠിക്കാൻ വരുന്നവർ തന്നെ പലരും 40, 50, 60, എനിക്ക് 61 ഇയേഴ്സ് ആയിട്ടുള്ള സ്റ്റുഡൻസ് വരെ എൻ്റെ അടുത്തുണ്ട്. അപ്പോൾ അവരുടെ എല്ലാവരുടെയും പ്രോബ്ലംസൊക്കെ പേഴ്സണലി നമ്മളോട് വന്ന് പറയും. മാം, ഞാൻ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലായിരുന്നു, ഇങ്ങനെ ഒരു സിറ്റുവേഷനിലായിരുന്നു, ഇങ്ങനെയാണെന്നൊക്കെ പറയുമ്പോൾ നമ്മളിത് കേട്ട് വർഷങ്ങളായി കേട്ടിട്ടുള്ള കുറേ എക്സ്പീരിയൻസിലൂടെയാണ് ഞാൻ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി. പ്ലസ് നമുക്ക് തന്നെ അറിയാമല്ലോ, നമ്മളുടെ പേഴ്സണൽ ലൈഫ് എടുത്ത് നോക്കിയാലും നമുക്കും അറിയാമല്ലോ എല്ലാവർക്കും സ്ട്രെസ്സും ടെൻഷനുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് സംഭവിക്കണമെന്ന് വെച്ചാൽ മുടി കൊഴിച്ചിലിന് ഏറ്റവും വലിയ കാര്യം അതും കൂടിയാണ്. ഹോർമോണൽ ഇംബാലൻസ് വരുമ്പോൾ ശരിക്കും നമ്മളുടെ മൈൻഡ് മാറും, നമ്മളുടെ ചിന്തകൾ മാറും, നമ്മളുടെ ഒരുപാട് ചിന്തയിലേക്ക് പോകും. ലേഡീസ് കുറച്ച് സമയം ഞാൻ പറഞ്ഞ പോലെ വെറുതെ ഇരുന്നാൽ പലതും ചിന്തിക്കും. അപ്പോൾ നമുക്ക് ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല, ഇപ്പോൾ മിക്ക ആൾക്കാർക്ക് ഡിപ്രഷൻ എന്നുള്ളൊരു സ്റ്റേജിലാണ് നിൽക്കുന്നത്. എന്താ വെച്ചാൽ എല്ലാവരും പറയാറുണ്ട് എനിക്ക് ഭയങ്കര ഡിപ്രഷനാണ്. എന്തിനാണ് വീട്ടിലെല്ലാവരും ഇല്ലയെന്ന് വെച്ചാൽ എല്ലാവരും ഉണ്ട്, എന്നാലും ഡിപ്രഷനായിരിക്കും. കാരണം എന്നാലും ഒറ്റപ്പെട്ടു പോകുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പോൾ ഈ വിഷമങ്ങളെല്ലാം നമുക്ക് നമ്മളുടെ സ്കിന്നിനും ഹെയറിനും എല്ലാറ്റിനും തന്നെ അഫക്റ്റ് ചെയ്യും. അപ്പോൾ ഒരു 40 കഴിയുമ്പോൾ മിക്കപ്പോഴും ചിലവർ ഒറ്റപ്പെട്ട് പോകാറുണ്ട്. അത് ഭയങ്കര ഒരു റീസണാണ്. ഒറ്റപ്പെട്ട് പോകുമ്പോൾ ഞാൻ ഒറ്റയ്ക്കായല്ലോ, അല്ലെങ്കിൽ ആരുമില്ല, അങ്ങനത്തെ ഒരു ചിന്തകൾ കാരണം മക്കളൊക്കെ ഉണ്ടാവാം, എന്നാൽ പോലും ഇവർക്ക് അവരുടേതായ ഒരു സ്പേസ് കിട്ടുന്നുണ്ടാവില്ല. അപ്പോൾ അതൊക്കെ ഓരോ റീസൺ ആണെന്നാണ് ഞാൻ പറയുന്നത്. ഇങ്ങനത്തെ ഹെയർ ഫോൾ ആയിക്കോട്ടെ, നമ്മൾ സ്കിന്നൊക്കെ കാരണം ഒന്നിനും തോന്നില്ല, എന്തിനു വേണ്ടി എന്നുള്ള ഒരു ചിന്ത മൈൻഡിലേക്ക് വരാം. ഓക്കെ, ഇത്രയും മതി, അല്ലെങ്കിൽ ആര് കാണാൻ, എന്തിനു വേണ്ടി ഇത്രയൊക്കെ ആയി കഴിഞ്ഞില്ല എന്നുള്ളൊരു വിഷമം കൊണ്ട് ഒന്നും ചെയ്യാതെ ഇരിക്കും. നമ്മൾ ഹെയർ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യില്ല. അപ്പം നോർമലി നമുക്ക് ഹെയർ ഫോൾ നല്ലതുപോലെ ആ ഒരു ടൈമിലൊക്കെ കൂടാനുള്ള ചാൻസസ് ഉണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫസ്റ്റ് ചെയ്യേണ്ടത് നമ്മൾ ഡെയിലി നമ്മൾ വെറുതെ വീട്ടിലിരിക്കുകയാണെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഒരു അവസ്ഥ, ഒരു കോമ്പിയില്ല. കാരണം എന്തിനാണ് മുടി ഇങ്ങനെ എടുത്ത് വെറുതെ ഇങ്ങനെ കെട്ടിവെക്കും. അതിനുശേഷം നമ്മളുടെ ഒരു എന്താ പറയുക, ഒരു സ്കിന്നോ ഹെയറോ ഒന്നും ചെയ്യാതെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചിന്തിച്ച് സമയത്തിന് ഫുഡ് കഴിക്കണ്ടോയെന്ന് ചോദിച്ചാൽ കഴിക്കുന്നുണ്ടാവും. ബട്ട് എന്നാലും ആളിവിടെ ഒന്നും ആയിരിക്കില്ല, പല കാര്യങ്ങളിലായിരിക്കും. അപ്പോൾ ആ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് 40 മുതൽ 50 വയസ്സ് വരെ മിക്ക ലേഡീസിലും നമ്മൾ കണ്ടുവരുന്നതാണ്. അപ്പോൾ ആ ഒരു ടൈം ഭയങ്കര ഡേഞ്ചറസ് ആണ്. സോ ആ ഒരു ടൈമിൽ നിങ്ങളെ തന്നെ ശ്രദ്ധിച്ചേ പറ്റൂ. നമ്മളെപ്പോഴും നമ്മളുടെ കാര്യം നമ്മളുടെ മാത്രമാണ്. ഓരോരുത്തരുടെയും ലൈഫും അവരവരുടെ തന്നെയാണ്. അത് വേറൊരാൾ വരട്ടെ, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും എന്നെ ഓക്കെ ആക്കാൻ വരട്ടെ, അല്ലെങ്കിൽ എനിക്ക് സന്തോഷം വേറെ ആരെങ്കിലും കൊണ്ട് തരട്ടെ, അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട. നമ്മളുടെ സന്തോഷം നമ്മളുടെ കയ്യിലാണ്. നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ തന്നെ നമുക്ക് കുറേ പ്രോബ്ലംസിനുള്ള സൊല്യൂഷൻ ഉണ്ടാവും. ഞാൻ ഇനി ഒരുപാട് പറഞ്ഞു പോകുന്നില്ല. മാം, ഇതല്ലല്ലോ നമ്മളുടെ മാറ്റർ എന്ന് ചിന്തിക്കരുത്, പറയുമ്പോൾ എല്ലാം പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ മാക്സിമം സ്ട്രെസ് കുറയ്ക്കുക. അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഭയങ്കര ഹെയർ ഫോളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുത്താലായിരിക്കും നമുക്ക് ബെറ്റർ ആയിട്ടിരിക്കാം, എന്തായിരിക്കും നമുക്ക് ഏറ്റവും ബെറ്റർ സൊല്യൂഷൻ എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ എന്നോട് ചോദിക്കുന്നവർ ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റ് നല്ലതാണോ, അതുപോലെ തന്നെ കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് എടുക്കാറുണ്ട്, അത് നല്ലതാണോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ 40 ഇയേഴ്സ് കഴിഞ്ഞവർക്ക് മാത്രമാണോ ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റും എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതിന് കൂടെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പോൾ ഒരു 40 ഇയേഴ്സിൽ നമുക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ വരുന്നതെന്നുള്ളതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അത് കേട്ട് ബോറടിച്ചിട്ടുണ്ടെങ്കിൽ വെരി സോറി. കാരണം അത്രയും കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ടും കൂടിയാണ് നമ്മളെപ്പോഴും മനസ്സിലാക്കുമ്പോഴും അതിൻ്റെ റീസൺ എന്തുകൊണ്ടാണ് നമുക്കത് സംഭവിച്ചു അല്ലെങ്കിൽ സംഭവിക്കുന്നു എന്ന് അറിഞ്ഞാലാണ് നമുക്കതിനൊരു സൊല്യൂഷൻ നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ പ്രശ്നങ്ങൾ നമുക്കല്ലാതെ വേറെ എന്തെങ്കിലും അസുഖം കൊണ്ട് മാത്രമൊന്നും ആയിരിക്കില്ല, നമ്മളുടെ മൈൻഡ് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങൾ സ്ട്രോങ് ആയിട്ട് വയ്ക്കുക. ഒരുപാട് പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ ഉണ്ടാവും. നമ്മൾ നോക്കാം, നമുക്കിനി പാർലറിൽ പോയിട്ട് നമുക്ക് ഏത് രീതിയിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കാം. നമുക്കിതുപോലെ ഹെയർ ഫോളും കാര്യങ്ങളൊക്കെ വരുവാണ്. കുറച്ച് ഏജ് കൂടുന്തോറും നമ്മളുടെ ഹെയറിൻ്റെ ആ ഒരു സ്ട്രെങ്ത്ത് കുറഞ്ഞു വരും. അതുപോലെ തന്നെ നമ്മളുടെ ഹെയറിൽ പ്രോട്ടീനിൻ്റെ കണ്ടൻറ്റ് കുറഞ്ഞു വരും, പ്രോട്ടീൻ്റെ അളവ് കുറഞ്ഞു വരും. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് എന്തായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമുക്കൊരു പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് എന്താണ്, അല്ലെങ്കിൽ സ്മൂത്തനിങ് സ്ട്രൈറ്റനിങ് ഇതൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ സ്മൂത്തനിങ് സ്ട്രൈറ്റനിങ് എന്ന് പറയുമ്പോൾ മിക്ക ആൾക്കാരും പറയും അയ്യോ അതൊന്നും വേണ്ട, ഇനിയിപ്പോൾ അങ്ങനെ ചെയ്യാനൊന്നും അല്ല താല്പര്യം, ഹെയർ ഭയങ്കര ഇതായിട്ടുണ്ട്, അപ്പോൾ അതിന് എന്തെങ്കിലും ഒരു നല്ലൊരു ട്രീറ്റ്മെൻറ്റ് വേണം എന്ന് പറയും.
പറയും. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ് എടുക്കാം. നിങ്ങളുടെ ഹെയർ നല്ലപോലെ വീക്കാണ്, നല്ലപോലെ ഹെയർ ഫോൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റാണ് ആക്ച്വലി നമുക്ക് കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മളുടെ ഹെയറിലുള്ള നാച്ചുറലായിട്ടുള്ള പ്രോട്ടീൻ നോർമലി കുറഞ്ഞ് വരുന്ന സമയത്ത് നമ്മൾ പുറത്തുനിന്ന് നമ്മൾ എന്ത് ചെയ്യും, പ്രോട്ടീൻ ഡിപ്പോസിറ്റ് ചെയ്ത് കൊടുക്കും. നമ്മൾ നോർമലി നമ്മുടെ ഹെയർ എന്ന് പറയുന്നത് ഇറ്റ്സ് എ പ്രോട്ടീൻ കോൾഡ് കെരാറ്റിൻ. നമ്മൾ കെരാറ്റിനാൽ അതല്ലെങ്കിൽ പ്രോട്ടീനാൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ അതിലാണ് നമ്മുടെ സ്ട്രെങ്ത് മുഴുവൻ കിടക്കുന്നത്. അപ്പോൾ അതിൻ്റെ അളവ് കുറയും തോറും നമുക്ക് എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ഹെയറിൻ്റെ സ്ട്രെങ്ത് ഭയങ്കര കുറഞ്ഞ് വരും. അപ്പോൾ നല്ല സ്ട്രെങ്ത് നല്ലപോലെ കൂട്ടാനും സോഫ്റ്റ് ആക്കാനും നമുക്ക് ഏതായിരിക്കും ബെറ്റർ എന്ന് വെച്ചാൽ നമുക്ക് പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ, പ്രോട്ടീൻ മീൻസ് കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സിസ്റ്റീൻ ട്രീറ്റ്മെൻറ്റ് ഉണ്ട്, ബോട്ടോക്സ് ഉണ്ട്, നാനോപ്ലാസ്റ്റി ഉണ്ട്, ഇതുപോലെ പല വെറൈറ്റി ഓഫ് ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു 40 years ഒക്കെ കഴിഞ്ഞിട്ടുള്ളവരാണ്, ഹെയർ ഭയങ്കര വീക്കാണ് എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ, നല്ലപോലെ ഹെയർ ഫോൾ ഉണ്ട് എന്നൊക്കെ തോന്നുവാണെങ്കിൽ, ഭയങ്കര ടു ഡ്രൈ ഒക്കെയാണ് ഹെയർ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ബോട്ടോക്സ് എടുക്കാം. ബോട്ടോക്സ് എന്ന് പറയുമ്പോൾ നല്ല മോയ്സ്ചർ തരുന്നതും പ്ലസ് നമുക്ക് ഹെയർ റൂട്ടിനെ നല്ലപോലെ സ്ട്രെങ്തൻ ചെയ്യാനും നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റ് നല്ലൊരു സൊല്യൂഷൻ ആയിരിക്കും. പക്ഷേ ഇതൊക്കെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആഫ്റ്റർ കെയർ ഷാമ്പൂ, നമ്മൾ അതിൻ്റെ തന്നെ ഷാമ്പൂ ആൻഡ് കണ്ടീഷണർ നമ്മൾ ഏത് സലൂണിലാണ് ചെയ്യുന്നത് അവിടെ നിന്ന് തന്നെ കിട്ടും. പിന്നെ പ്രോപ്പറായിട്ട് കൺസൾട്ട് ചെയ്ത് ചെയ്യുന്ന സലൂൺസിൽ പോയിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുക. അതുപോലെ തന്നെ ആഫ്റ്റർ കെയർ മുടങ്ങരുത്. അത് കറക്റ്റായിട്ട് ആഫ്റ്റർ കെയർ എന്നുള്ളത് ഷാമ്പൂ ആൻഡ് കണ്ടീഷണറാണ്. അതിൻ്റെ തന്നെ നമ്മളിപ്പോൾ എന്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്താലും അതിൻ്റെ തന്നെ ഷാമ്പൂ ആൻഡ് കണ്ടീഷണർ മേടിക്കുക. നമ്മുടെ വീട്ടിൽ ഷാമ്പൂ ഉണ്ടായോ അത് മതിയല്ലോ, എന്നാൽ അതിന് ഇത്രയും പ്രൈസ് ആവില്ല. അപ്പോൾ ഇത്രയും പ്രൈസൊക്കെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഇതുപോലത്തെ ട്രീറ്റ്മെൻറ്റുകൾ എടുക്കുക. ഞാൻ അതല്ലാതെ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് മുമ്പും, ഇനിയുള്ളതിലും ഞാൻ പറഞ്ഞു തരും തീർച്ചയായിട്ടും. അപ്പോൾ നമ്മൾ അങ്ങനത്തെ വീട്ടിൽ പോയി, കാരണം ഇപ്പോൾ നമുക്കൊരു ബോട്ടോക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആക്ച്വലി ഒരു 7,000 മുതൽ നമുക്ക് സ്റ്റാർട്ടിങ് വരും. അപ്പോൾ അത് നിങ്ങളുടെ ഹെയറിൻ്റെ ലെങ്ത് ഒക്കെ നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ 7,000 മുതൽ സ്റ്റാർട്ടിങ് വരുന്ന ആ ഒരു പ്രൊസീജിയർ ചെയ്യാനുള്ള ഫിനാൻഷ്യലി നിങ്ങൾക്ക് അത് ഓക്കെ ആണെങ്കിൽ മാത്രം അത് ചൂസ് ചെയ്യുക. അതർവൈസ് നമുക്ക് പ്രോട്ടീൻ ഇല്ല, നമ്മുടെ ഹെയർ ഭയങ്കര ഇതാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം ഞാൻ പറഞ്ഞിട്ടുണ്ട് എഗ്ഗിൻ്റെ പാക്കിനെ കുറിച്ചിട്ടൊക്കെ ബിഫോർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലത്തെ ഇനിയും നല്ല പാക്കുകൾ ഞാൻ വീണ്ടും പറഞ്ഞുതരാം. അപ്പോൾ അങ്ങനത്തെ വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇതെന്ന് വെച്ചാൽ നമുക്ക് സ്പോട്ടിൽ റിസൾട്ട് ആയിരിക്കും എന്നുള്ളതാണ്. മറ്റേന്ന് വെച്ചാൽ കുറച്ച് പതുക്കിയ റിസൾട്ട് വരത്തുള്ളൂ. എൻ്റെ തമ്മിൽ വ്യത്യാസം അതാണ്. അപ്പോൾ നമ്മളിത് ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് പ്രോട്ടീൻ, അൺനാച്ചുറൽ ആയിട്ടുള്ള പ്രോട്ടീൻ നമ്മൾ ഹെയറിലേക്ക് എന്താ പറയുക, നമുക്ക് ഡിപ്പോസിറ്റ് ചെയ്തു, പുറത്തുനിന്ന് നമ്മൾ പ്രോട്ടീൻ ഡിപ്പോസിറ്റ് ചെയ്ത് കൊടുത്തിട്ട് ചെയ്യുന്നതാണ്. ഇപ്പോൾ ബോട്ടോക്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ബാക്കിയുള്ള ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചിട്ട് ഞാൻ വരുന്ന വീഡിയോസിൽ പറഞ്ഞുതരാം. ബോട്ടോക്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലപോലെ മോയ്സ്ചറൈസ് ചെയ്യാൻ പറ്റും നമ്മളെ ഹെയറിനെ. അതായത് നല്ല ഡ്രൈ ആയിരിക്കുമല്ലോ, ഒരു സമയം കഴിയുമ്പോൾ നമ്മളെ ഹെയർ ശ്രദ്ധിക്കാതെ ഭയങ്കര വീക്കായി പോയിട്ടുണ്ടാവും അല്ലേ. ഒരു എന്താ പറയുക, ഒരു 40 ഒക്കെ ആകുമ്പോഴേക്കും നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിക്കാത്ത ആൾക്കാരാണെങ്കിൽ കേട്ടോ, ഭയങ്കര വീക്കായിട്ടൊക്കെ, അപ്പോൾ അവർക്ക് എടുക്കാൻ പറ്റിയ നല്ലൊരു ട്രീറ്റ്മെൻറ്റാണ്. നമ്മളെ ഹെയറിൻ്റെ റൂട്ടിനെ സ്ട്രെങ്തൻ ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. പിന്നെ നമുക്ക് ചെയ്ത് കഴിയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് ഇങ്ങനെ ഹെയർ കിടക്കും. അപ്പോൾ അതിനൊക്കെ ഓക്കെ ആണെന്നുള്ളത് നോക്കിയിട്ട് ചെയ്യാം. അപ്പോൾ അതുപോലെ ആഫ്റ്റർ കെയർ ചെയ്യുക. അപ്പോൾ പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റാണ് ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇത്രയും മനസ്സിലാക്കിയാൽ മതി. കാരണം നമ്മൾ കൂടുതൽ നിങ്ങളത് സ്റ്റഡി ചെയ്ത് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് ഏത് രീതിയിലുള്ള ഹെയറിനാണ് എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ നല്ല ഡ്രൈ ആയിട്ടുള്ളവർ, നല്ല വീക്കായിട്ടുള്ളവർ, നല്ലപോലെ ഹെയർ ഫോളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പ്രോട്ടീൻ്റെ അളവ് കുറഞ്ഞ് വരുമ്പോഴാണ് നമുക്ക് ഇങ്ങനത്തെ പ്രോബ്ലംസൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പുറത്തുനിന്ന് പ്രോട്ടീൻ നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ നമുക്കൊരു ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റ് എടുത്ത് നമ്മളെ ഹെയറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. ആക്ച്വലി ഞാൻ എപ്പോഴും ചെയ്യുന്നത് ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റ് തന്നെയാണ്. അപ്പം കാരണം ഹെയർ എപ്പോഴും നല്ല സോഫ്റ്റും സ്ട്രെങ്ത്തും ആയിട്ടിരിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ ഓരോ ഏജ് കഴിയുമ്പോഴും നമ്മൾ അതിനനുസരിച്ച് നമ്മളുടെ ഹെയർ, സ്കിന്നും എല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഓക്കെ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ, മനസ്സിലായോ കാര്യങ്ങളൊക്കെ? ഇന്ന് കൂടുതൽ സംസാരിച്ചെന്ന് തോന്നുന്നു. ബോറടിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കണം കേട്ടോ. അപ്പോൾ ഓക്കെ, അടുത്ത വീണ്ടും ഇതുപോലത്തെ ഒരു ട്രീറ്റ്മെൻറ്റുമായിട്ട് കാണാം. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കമൻറ്റ് ചെയ്ത് അറിയിക്കുക, നിങ്ങൾക്ക് എന്താണ് മനസ്സിലായി എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് കാണാം. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്